നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ വേദ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും സേതുലക്ഷ്മി പറഞ്ഞു, അതെ ഇപ്പം മോള് പറഞ്ഞോളൂ ഇന്ന് അമ്മ നേരത്തെ വരുമെന്ന്. അത് കേട്ടപ്പോൾ വേദ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. എന്താ മോളെ, എന്ത് പറ്റി? അല്ലമ്മേ, ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ മോളോട് തെറ്റല്ലേ ചെയ്യുന്നതെന്ന്. തെറ്റോ? അതെ, കാരണം സ്വന്തം അച്ഛൻ ആരാന്ന് മറച്ചു വെച്ചിട്ടല്ലേ ഞാൻ ഈ കണ്ട കാലം അത്ര ഇങ്ങനൊരു കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നേ. ഒരുപക്ഷെ എന്തെങ്കിലും കാലത്ത് അവൾ സത്യം പറഞ്ഞു കഴിയുമ്പോൾ അവൾ എന്നെ വെറുക്കില്ലേ? അത് കേട്ടപ്പോൾ സേതുലക്ഷ്മി പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നീ ഒരമ്മയാണ്, അതുപോലെ തന്നെ ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അമ്മയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ഒരിക്കലും തെറ്റാന്ന് നമുക്ക് പറയാനും പറ്റില്ല. വേദ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തേ. വേദേ, ഞാൻ ഇനി നിന്നെ ഒന്നിനും തടസ്സപ്പെടുത്തില്ല. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ ഈ കളി തുടങ്ങിയിട്ട്. നിനക്കിനി എപ്പം വേണമെങ്കിലും തരുണിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം. വേദ പറഞ്ഞ്, എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തരുൺ സാർ ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ആ മനസ്സിൻ്റെ വേദന. ഒരുപക്ഷെ തരുൺ സാറിനെ വിക്രത്തെ അല്ലേ പറ്റിച്ചുകൊണ്ടിരുന്നേന്ന് ചോദിച്ചു. നല്ല വിഷമമുണ്ടായിരുന്നു വേദയ്ക്ക് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്ക് സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴേക്കും തരുൺ അങ്ങോട്ടേക്ക് വന്നു. തരുണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മോള് ഓടി ഇറങ്ങി വന്നു. അതെ അച്ഛാ, ഇന്ന് മാളിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ പോയേക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് റെഡിയാവും നോക്ക്. അപ്പോഴേക്കും ഗൗരിമോള് വന്നിട്ട് പറഞ്ഞു, അതെ അമ്മേ, അച്ഛൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മ റെഡിയാവ്. സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, അച്ഛമ്മയും വരണമെന്ന് പറഞ്ഞു. ഞാനില്ല മോളെ, നിങ്ങൾ പോയിട്ട് വാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛമ്മയും വരണം. അച്ഛൻ പോവാനായിട്ട് സമ്മതിച്ചാൽ പിന്നെ അച്ഛമ്മയ്ക്കും വരാതിരിക്കാൻ പറ്റില്ല, വരണമെന്നും പറഞ്ഞുകൊണ്ട് ഗൗരിമോള് കിടന്ന് വാശി പിടിക്കുകയാണ്. സേതുലക്ഷ്മി അമ്മ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു, പക്ഷെ ഗൗരിമോള് വിടാനായിട്ട് കൂട്ടാക്കിയില്ല. ഇതേ സമയത്ത് മോള് വൈകുന്നേരം എൻട്രൻസ് കോച്ചിങ്ങും ട്യൂഷനും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീജ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ശ്രീജയെ കണ്ടവിടെ തന്നെ അപ്പമോള് ചോദിച്ചു, അല്ല എൻ്റെ ചെറിയച്ഛൻ എത്തിയില്ലേന്ന് ചോദിച്ചു. ഇതേ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പമോൾ അങ്ങോട്ട് ഓടിച്ചെന്നു വിക്രത്തെ കെട്ടിപ്പിടിക്കുവാണ്. അപ്പത്തേനും വിക്രം പറഞ്ഞു, നീ അങ്ങോട്ട് വളർന്നു പോയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ 5 വർഷം കഴിഞ്ഞല്ലേ ചെറിയച്ഛൻ എന്നെ കണ്ടിട്ടെന്ന് ചോദിച്ചു. അല്ല, നിന്റെ പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു ചെറിയച്ഛ. എനിക്ക് ചെറിയച്ഛനെ കാണാൻ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നേ ക്ലാസ് ഉണ്ടായിരുന്നോണ്ടാ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെറിയച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നേനം. അതൊന്നും വേണ്ട, അതൊക്കെ നിനക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമല്ലേ എന്ന് ആര് പറഞ്ഞു? ചെറിയച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാലോ. പിന്നെ ഞാൻ എന്തിനാ നാണിച്ച് തല കുനിക്കണ്ടേ? അതിന്റെ കാര്യമൊന്നുമില്ല, സർക്കാരിലെ നാണിച്ച് തല കുനിക്കണ്ടേ? അവരല്ലേ ചെറിയച്ഛനോട് ഈ തെറ്റ് ചെയ്തേ. ഇത്രയും കാലം ഒരു തെറ്റും ചെയ്യാതെ അകത്തുകൊണ്ട് ഇട്ടത്. അത് കേട്ടപ്പം വിക്രം പറഞ്ഞു, ഇവളാള് കൊള്ളാലോ ശ്രീജേടത്തി എന്ന് പറഞ്ഞു. ചില സമയത്ത് ഇവളുടെ സംസാരം കേട്ടാ വേദയെ പോലെ തന്നെയാണ്, വേദ പറയുന്ന പോലെ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ പറയണത്. അതെ, വേദച്ചെറിയമ്മയെ എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യല്ലോ കേട്ടോ. ഞാൻ വേദച്ചെറിയമ്മയുടെ 7 അയലക്കത്ത് പോലും എത്തില്ല എന്ന് പറഞ്ഞു. ചെറിയച്ച, നമുക്കിനി ചില പ്ലാനുകളൊക്കെ നടത്തണം. എന്ത്? അപ്പോഴേക്കും മാഷും പതുക്കെ അങ്ങോട്ട് വന്നു. മാഷ് വെച്ച്, എന്ത് പ്ലാന്? അത് പിന്നെ അച്ചച്ചാ, വേദച്ചെറിയമ്മയെ കണ്ടെത്തണ്ടേ, അത് നമ്മുടെ ഒരു പ്ലാൻ തന്നെയാന്ന് പറഞ്ഞു. ആണോ? പിന്നല്ലാതെ, അതിന് വേണ്ടിയിട്ട് വേണം ഇനി നമുക്ക് പ്രയത്നിക്കാനെന്ന് പറഞ്ഞു. അതും പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് നിൽക്കുമ്പോൾ തന്നെ ശ്രീജ പറഞ്ഞു, പോയി കുളിയായി കഴിഞ്ഞു വാ, ആഹാരം കഴിക്കണ്ടേന്ന് ചോദിച്ചു. ശരിയെന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും വിക്രം മാഷിൻ്റെ അടുത്തേക്ക് വന്നു. ശ്രീജ അകത്തേക്കും കയറിപ്പോയി കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ വിശ്വത്തിൻ്റെ ശ്രീജയുടെയൊക്കെ അവസ്ഥ കഷ്ടമാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് നെട്ടോട്ട് ഓടുന്നുണ്ട്. കാരണം ഒരിടത്തും എത്തുന്നില്ല. ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അധ്വാനിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അവന് അതിന് മാത്രമേ സമയമുള്ളൂ. വിശ്വത്തിന് എൻ്റെ പെൻഷൻ കാശ് എടുത്തോളം ഞാൻ പറഞ്ഞാലും അവൻ സമ്മതിക്കില്ല. അവൻ പറയാതെ അച്ഛൻ്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ, ഇപ്പം എടുക്കണ്ടെന്ന് പറയും. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അച്ഛാ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മാറട്ടെ, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ എന്ന് ചോദിച്ചു. എടാ, നീ എവിടെയുണ്ടോ നിന്നോടൊപ്പം താമസിക്കാൻ കുറച്ചു കാലം ഞാൻ ഇനി ആഗ്രഹിക്കണേന്ന് പറഞ്ഞു. വിക്രത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. താനും കൂടെ ഇവിടെ നിൽക്കുമ്പോൾ ഇവരുടെ ചെലവ് കൂടുമല്ലോ, അതൊരു ബുദ്ധിമുട്ടാ. എന്തേലും ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്നൊരു ചിന്താഗതിയൊക്കെ വിക്രത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് വേദയും ഗൗരിമോളും അവരെങ്ങനെ എല്ലാം മാളിപ്പെട്ട് തിരികെ വരുവാണ്. തിരികെ പോരണ സമയത്ത് ഗൗരിമോള് പറഞ്ഞു, നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാളിലൊക്കെ പോണോട്ടോ അച്ഛാന്ന് പറഞ്ഞു. അതിനെന്താ അച്ഛാ, എനിക്കിനി കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ട് റേസിംഗ് കാറൊക്കെ വാങ്ങിച്ചെന്നാൽ മതി. അതെന്താ? എനിക്ക് അതിനോടൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞു. അത് കേട്ടതും സേതുലക്ഷ്മിയും പറഞ്ഞു, അല്ലെങ്കിലും അച്ഛൻ്റെ മോളല്ലേ, അവൾക്ക് ഇതിനോടൊക്കെ താല്പര്യം. അവൾ എപ്പോഴും കളിക്കുന്നതൊക്കെ ഈ റേസിംഗ് കാറും കാര്യങ്ങളൊക്കെയാ, ഇടിപ്പിക്കുന്നതൊക്കെ. അത് കേട്ടപ്പോൾ വേദ ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താ അമ്മ എപ്പോഴും എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാനൊരു കാര്യം ആലോചിച്ചു.
നമ്മളെപ്പോൾ പുറത്തു പോയാലും അമ്മ എന്താ പുറകെ വന്നിരിക്കണേ? സാധാരണഗതിയിൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെയൊക്കെ അച്ഛന്മാരുടെ അടുത്ത് ഫ്രണ്ടിലാണല്ലോ ഇരിക്കണേ. അമ്മ എന്താ പുറകിലിരിക്കുന്നേ? ഒരു നിമിഷം വേദയൊന്ന് പതറി. പെട്ടെന്ന് വേദ പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരും, അതുകൊണ്ടോ. ഓ അങ്ങനെയാണല്ലേ. ആ സമയം കണ്ണാടി കൂടെ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു തരുണ്. കാരണം 2 വണ്ടികൾ അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. തരുണിന് അപകടം അടുത്തു. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ ഗൗരിമോള് പറഞ്ഞു, അച്ഛാ ഞാൻ പറഞ്ഞു വല്ലതും കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുറത്തൊക്കെ പോകണം. ആയിക്കോട്ടെ മോളെ. വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ തരുൺ മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ അച്ഛൻ്റെ ഒരു കാര്യം ഞാൻ പറയണ ശ്രദ്ധിക്കുന്നില്ലേ? ഉണ്ടടാ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഒടുവിൽ തരുൺ പറഞ്ഞു, വേദേ മോളെ മുറുകെ പിടിച്ചോളാന്ന് പറഞ്ഞു. മോള് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കാറ് പാഞ്ഞു വരുന്നത്. ആ ഇത് കൊള്ളാം, ഞാൻ കളിച്ച റേസിംഗ് കോമ്പറ്റീഷൻ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതുലക്ഷ്മി അമ്മയ്ക്കൊക്കെ അപകടം അടുത്തു. അങ്ങനെ ഒടുവിൽ ആ കാർ അവരെ ഫോളോ ചെയ്ത് വരുവാണ്. 2 വണ്ടികൾ, നടുക്ക് തരുണിൻ്റെ വേദയുടെയൊക്കെ കാറ്. ഒടുവിൽ തരുൺ രക്ഷപ്പെടാൻ വേണ്ടി ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ട് ഒരു ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് ഇടിപ്പിച്ച് നിർത്തേണ്ടതായിട്ട് വരുവാണ്. പെട്ടെന്ന് വേദമോളല്ല, പെട്ടെന്ന് ഗൗരിമോള് കാറിലേക്ക് വീണ് മോളുടെ നെറ്റ് പോയി ഇടിക്കുവാണ്. ആ ഡോറിനിട്ട് നെറ്റി മുറിഞ്ഞ് ചോര ഒഴുകി കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. വിക്രം നല്ല ഉറക്കമായിരുന്നു. വിക്രം സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുവാണ്. ആ സമയം മാഷ് ചോദിച്ചു, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം മാഷും വിക്രവും ഒരുമിച്ചാണ് കിടക്കണത്. ആ സമയത്താണ് വിക്രം ചാടി എഴുന്നേക്കുന്നത്. മാഷും ഞെട്ടിപ്പോയി. ഏതാ കാര്യം എന്നൊന്നും അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് വിക്രം പറഞ്ഞു, ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ. കുഞ്ഞിൻ്റെ കരച്ചിലോ? ഇവിടെ അതിന് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്താന്ന് എനിക്കറിയില്ല അച്ഛാ, ആദ്യമായിട്ട് ഞാൻ കേൾക്കണ അമ്മ മരിച്ച സമയത്താണ്. അമ്മ മരിക്കുന്നതിൻ്റെ അന്ന് രാത്രിയിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഒരു പക്ഷേങ്കിൽ അതിന് ശേഷം അത് വളർന്ന് വന്നുകൊണ്ടിരുന്നു തോന്നേ. കുട്ടികളാകുമ്പം വളരില്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വീണ്ടും ഞാൻ ആ ശബ്ദം കേട്ടെന്ന് പറഞ്ഞു. അത് നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, എന്താണെന്നറിയില്ല. നീ കിടന്നുറങ്ങാൻ നോക്ക്, അതൊക്കെ വെറും ഹാലൂസിനേഷൻ മാത്രമായിരിക്കും, അതുകൊണ്ട് നിനക്കുള്ള ഒരു ഇതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് കിടക്കുവാണ്. വിക്രം പറഞ്ഞു, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞു. ജഗ് എടുത്ത് നോക്കിയപ്പോൾ വെള്ളമില്ല. അങ്ങനെ വിക്രം വെള്ളം എടുക്കാണ്ട് അടുക്കളയിലേക്ക് പോയി. വെള്ളം കുടിച്ചിട്ട് വരുമ്പോഴത്തേനും മോൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പമോളെ നോക്കി. പിന്നീട് വിക്രം പോന്നു. കാരണം വിക്രത്തിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു. വേദ പറഞ്ഞ് ഒരുപക്ഷെ തനിക്കും വേദയ്ക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലേക്ക് വരുവാണ്. അതേ സമയത്ത് ദേവരാജനും ഭാര്യയും കൂടെ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴേക്കുമാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ആരാ ഈ സമയത്ത്? ഞാൻ പോയി നോക്കിയിട്ടില്ല, നീ കിടന്നോളാൻ പറഞ്ഞു ദേവരാജൻ ഭാര്യയോട് പറഞ്ഞു. പക്ഷെ അവർ കിടന്നില്ല. ദേവരാജൻ വന്ന് കഥ തുറന്നപ്പോഴത്തേനും അവരും പിന്നാലെ വന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ തരുണാണ്. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷയില്ലല്ലേ ദേവരാജ, ഞാൻ എന്താ ചെയ്യണ്ടേ? കയറട്ടെ അകത്തേക്ക്. ഈ ഷൂസൊക്കെ ഊരണോ? ഒന്ന് ഊരിയേക്കാന്ന് ഓർത്ത് ഇങ്ങനെ പതൊക്കെ ഊരാൻ തുടങ്ങിയിട്ട് പറഞ്ഞു. അല്ലേ വേണ്ട, അധികം പൊടിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷൂസിൻ്റെ ഇടയിൽ ഒരു റിവോൾവർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ കളിക്കൂട്ടുകാരനാ, ഇവിടെ ഇരിക്കട്ടെ. ദേവരാജൻ എന്താ നിൽക്കുന്നേ? ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ ദേവരാജൻ ഇരുന്നില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. തരുൺ പോയി കാലൊക്കെ കയറ്റി വെച്ച് ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് ഇരുന്നു. ദേവരാജൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേനും ഭാര്യയ്ക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്കും അവരോട് പറഞ്ഞു, അതെ ഒരു ചായ എടുത്തോണ്ട് ആ ചേച്ചി, നല്ലൊരു ചായയും കൊടുത്തോളാൻ പറഞ്ഞു. അവർ പേടിയോട് കൂടിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് ഒന്ന് നോക്കി അവരെ. അപ്പോഴേക്കും തരുൺ പറഞ്ഞു, അതെ ഞാൻ കളിക്കും, പക്ഷേങ്കിൽ കുട്ടികളെ വെച്ച് കളിക്കാറില്ല, അറിയാലോ. കുട്ടികളുള്ള സമയത്ത് കളി പാടുണ്ടോ ദേവരാജ എന്ന് ചോദിച്ചു. അത് ഒരു കാരണവശാലും പാടില്ല. ഒരു കാര്യം ചെയ്യാം, മോളെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ദേവരാജൻ അനങ്ങിയില്ല. ഭാര്യയോട് പറ മോളെ വിളിക്കാനായിട്ട്. അങ്ങനെ എവിടെയും ഭാര്യയോട് മോളെ വിളിക്കാൻ പറഞ്ഞു. ഉറങ്ങിക്കിടക്കുന്ന മോളെ കൊണ്ട് ഭാര്യ അങ്ങോട്ട് വന്നു. ചേച്ചി മോളുടെ പേരെന്താന്ന് ചോദിച്ചു. അവർക്കൊന്നും മിണ്ടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കൊച്ചു പറഞ്ഞു, അനഘയെന്ന്. നല്ല പേരാണല്ലോ, മോൾക്ക് പേടിയാന്നുണ്ടോ? എനിക്ക് പേടിയുണ്ട്. അപ്പോഴേക്കും ദേവരാജൻ പറഞ്ഞു, അവള് കുട്ടിയല്ലേ, അവൾക്ക് പേടിയാവും. അതെ എൻ്റെ കൊച്ചിനെന്താ പേടിയില്ലെന്ന് താൻ കരുതിയോ ദേവരാജാന്ന് ചോദിച്ചു. കുട്ടികൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു നിമിഷം ദേവരാജൻ ഭയന്നു പോയി. അപ്പോഴേക്കും തരം മോളോട് പറഞ്ഞു, മോള് മുറി പോയി കിടന്നു കേട്ടോ, പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കൊച്ചു പെട്ടെന്ന് ജീവനം കൊണ്ട് അകത്തേക്ക് കയറി ഓടിപ്പോയി. അതേ സമയത്ത് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ദേവരാജൻ്റെ ഭാര്യ. ചേച്ചിയും പൊക്കോളാൻ പറഞ്ഞു, പോയി കിടന്നോളാൻ പറഞ്ഞു. അവരോട് നിൽക്കുമ്പോഴത്തേനും ദേവരാജൻ കണ്ടുകൊണ്ട് പോയി കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവരും അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ചായ ഇച്ചിരി കുടിച്ചു നോക്കിയിട്ട് തരം പറഞ്ഞു,
ചേച്ചി ടെൻഷനോട് കൂടിയിട്ട് എടുത്താണ്ടാന്ന് തോന്നേ. മധുരം ഇട്ടിട്ടില്ല, കടുപ്പവും കുറവ്. എനിക്ക് പണ്ട് തൊട്ട് ഇങ്ങനെ ഊളച്ചായകൾ കുടിക്കാൻ താല്പര്യമില്ല. അതും പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു, അതിന് മുകളിലേക്ക് കൊണ്ട് ഒഴിക്കുകയാണ്. അതേ ഞാൻ തർപ്പണം ചെയ്ത് കഴിഞ്ഞു. ദേവരാജ, ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയാണ് മര്യാദ. ഞാൻ ഡൽഹിയിലേക്ക് ആദ്യം പോസ്റ്റിംഗ് കിട്ടി ചെന്ന് കഴിയുമ്പോൾ കമ്മീഷണറിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ഹിന്ദിയിലൊരു കാര്യം കൂടി പറയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ സർക്കാർ വക റിവോൾവറൊക്കെ നമുക്ക് ആൾക്കാരെ പേടിപ്പിച്ച് നിർത്താനേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ വേറൊരു സാധനം ഉണ്ടെങ്കിൽ അതും വെച്ച് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ ഒരു കളിത്തോക്ക് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത് വെച്ച് ഞാൻ ഡൽഹി ഒന്ന് വിറപ്പിച്ചിട്ടുണ്ട്. ഈ തരുൺ ദേവാങ്കാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. അല്ല, ദേവരാജന് കുറെ പിടിപാടൊക്കെ ഉള്ളല്ലേ, ഒന്ന് അന്വേഷിക്കാൻ നല്ല. ഞാൻ വെറുതെ വീമ്പ് പുറത്താനൊന്നും പറയാറില്ല. ദേവരാജനൊന്നും മിണ്ടാ നിൽക്കണം. പറഞ്ഞത് കേട്ടല്ലോ, ഇനി മേലാല് ഞങ്ങൾക്കെതിരെ കളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടില്ല ദേവരാജ. എന്നെക്കുറിച്ച് തനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ തൻ്റെ ഭാര്യ കറികളൊക്കെ കൂട്ടി ഒരു സദ്യ ഉണ്ടാക്കേണ്ട വരും തൻ്റെ അടിയന്തരത്തിന്. പറഞ്ഞത് കേട്ടല്ലോ, മറക്കണ്ട. ഈ തരുൺ ആരാന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അതും പറഞ്ഞിട്ട് തരുൺ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ദേവരാജന് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. പിന്നീട് തരുണും വേദയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അപ്പം അന്ന് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് തരുൺ മുറിയിലേക്ക് ഒരു കഥ അടച്ചു. ആ കാഴ്ച കണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമായി. വേദ സേതുലക്ഷ്മി അമ്മയോട് പറഞ്ഞു, അമ്മ ഇപ്പം തന്നെ കണ്ടില്ലേ, ഇങ്ങനെ പോയിട്ടുണ്ട്, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ തരുണിനോട് പറയണേ, തരുണിൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം. ഇപ്പം തരുണിനെ മതി മോൾക്ക്. എപ്പോൾ നോക്കിയാലും അച്ഛാന്ന് മാത്രം വിളിച്ചുകൊണ്ട് നടക്കുള്ളൂ. ഒരു കാര്യത്തിനും അവൾക്ക് എന്നെ വേണ്ട. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. സാരമില്ല മോളെ, സമയമാകുമ്പോൾ നമുക്ക് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അതിനൊരു സമയം വരട്ടെ എന്ന് പറഞ്ഞു. മോള് വിഷമിക്കൊന്നും വേണ്ട, മോള് ധൈര്യമായിട്ടിരിക്കുക. എന്നാലും അമ്മേ, എന്തിനാ ടെൻഷൻ അടിക്കണേ? മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. നമുക്ക് എന്തായാലും ഇപ്പം അതിനെക്കുറിച്ച് ഒരു ചർച്ചയും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വേദ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ ഭാഗം അവിടെ വെച്ചിട്ട് വേദ അങ്ങോട്ട് പെട്ടെന്ന് പോയത്. ഫോൺ ബെല്ലടിക്കുവാണ്. അപ്പോഴേക്കും സേതുലക്ഷ്മി അമ്മ നോക്കി ശങ്കരനാരായണൻ്റെ പേര് കണ്ടു. കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ പറഞ്ഞു, മോളെ വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ. വിക്രം നിരപരാധിയാന്നുള്ള കാര്യം കോടതിക്ക് വ്യക്തമായി. അന്ന് അവിടെ നിന്ന് കുറേ CCTV ഫുട്ടേജസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ സമയമായി. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഇങ്ങോട്ടേക്ക് പോരെ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഇനി താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതുലക്ഷ്മിയും പറഞ്ഞു, ഇത് വേദയല്ലാന്ന് പറഞ്ഞു. നിങ്ങളാരാ? ഞാൻ സേതുലക്ഷ്മി. എനിക്ക് ശങ്കരനാരായണ സാറിനെ കുറിച്ച് പറഞ്ഞു കേട്ട അറിവുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇപ്പം അവള് പഴയ വേദയല്ല, എൻ്റെ മോൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. ആ സമയം ശങ്കരനാരായണൻ ഞെട്ടിപ്പോയി. അപ്പോൾ വേദയുടെ കുഞ്ഞ്, ആ കുഞ്ഞ് നേരത്തെ മരിച്ചു പോയതല്ലേ, എൻ്റെ മകൻ്റെ കുഞ്ഞാണ് ഇവിടെയുള്ളത്. സ്വന്തം അമ്മയെ പോലെ വേദയെ കാണുന്നത്. അവർ തമ്മിൽ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പഴയ ജീവിതത്തിലേക്ക് അവളെ തള്ളിവിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല, അവളും പഴയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടിരിക്കുക. ശങ്കരനാരായണൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ട് സാറേ, ഇനി അവളെ വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തരുത്. അറിയാലോ, എൻ്റെ മോനും എൻ്റെ കുഞ്ഞുമൊക്കെ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോട്ടെ. പിന്നെ ഇപ്പോഴത്തെ വേറെ ആരാന്നറിയാലോ, അവൾ ആ പൊസിഷനിലെത്താൻ കാരണം എൻ്റെ മോനും കൂടെയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വിളിച്ച് ശല്യം ചെയ്യരുത്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു കോള് വെച്ചു. ശങ്കരനാരായണൻ ഒരു നിമിഷം തരിച്ചിരുന്നു പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ വേദയുടെ കുഞ്ഞു മരിച്ചുപോയി. അപ്പോൾ വേറെ കുഞ്ഞാണ് കൂടെ ഉള്ളതെന്നൊരു ചിന്ത ശങ്കരനാരായണൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് വിക്രം ബൈക്കിന് പോകുന്ന സമയത്താണ് പോലീസ് ചെക്കിങ് കാര്യങ്ങളും. അങ്ങനെ വിക്രത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ ബുക്കും പേപ്പറും ഒക്കെ ഓർത്ത് വിടാൻ തുടങ്ങുമ്പോഴത്തേനും SI സാബു അങ്ങോട്ട് വരുന്നത്. നീയായിരുന്നോ? അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എടോ, ഇവനെ പരിശോധിച്ചോ? ബുക്കും പേപ്പറെല്ലാം ഓക്കെയാണ്. എന്നാലും അവനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ലോ. പണ്ടേ അപ്പൻ്റെ ബായിനകത്തുകൊണ്ട് മയക്കുമരുന്ന് വെച്ച കക്ഷിയാ. അപ്പം മിക്കവാറും ഇവനെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് തുറന്നു നോക്കണമെന്ന് പറഞ്ഞു ബാഗൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. എടാ, നീ നിന്റെ വസ്ത്രത്തിനകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? സാറേ, വെറുതെ അനാവശ്യം പറയരുത്. എങ്കിൽ പിന്നെ ആ ഷർട്ടൊന്ന് ഊരി കാണിച്ചേന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം ഷർട്ട് ഊരി. അടിവസ്ത്രത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടാടാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ. അത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, സാറേ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്. നിനക്കിങ്ങനെ താഴ്മയായിട്ട് അപേക്ഷിക്കാനൊക്കെ അറിയാവോ? ഓ, കൊള്ളാലോ എന്ന് പറഞ്ഞു. വിക്രം ഒന്നും മിണ്ടിയില്ല. പിന്നീട് വിക്രത്തിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ നിലത്ത് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ വാരിപ്പെറുക്കി എടുത്തോണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു. വിക്രം ഒന്നും മിണ്ടാതെ എല്ലാം വാരിപ്പെറുക്കി എടുക്കുകയാണ്. ആൾക്കാരൊക്കെ ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. വിക്രത്തിന് നല്ല ബുദ്ധിമുട്ട് തോന്നി.
SI പറഞ്ഞു, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ ആ പഴയ ഫോമിലേക്ക് വരാനായിട്ടെ. എന്താണെങ്കിലും കണക്ക് തീർക്കണ്ടേ നമ്മൾ തമ്മിലുള്ള, അധികം വൈകാതെ തീർക്കൂടാന്ന് പറഞ്ഞു. വിക്രം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവനൊന്നും മിണ്ടാതെ തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദയെ കടാനായിട്ട് ശ്രേയ വരുവാണ്. അങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് വേദയോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സംഭവിച്ചൊക്കെ നല്ലതിന് വേണ്ടായിരുന്നല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോള് തരുണ്ടേതാന്ന് അന്നൊരു കള്ളത്തരം പറയേണ്ടി വന്നത് എൻ്റെ മോളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിപ്പം നല്ല കാര്യമായില്ലേ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശ്രേയെ. എനിക്ക് എത്രയും പെട്ടെന്ന് വിക്രത്തെ ജയിലിൽ പോയി കാണണം. തിരുവനന്തപുരത്തിന് പോകണം. അവിടെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നതിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അവിടേക്ക് സേതുലക്ഷ്മി അമ്മ ചായ കേട്ടിരുന്നത്. അല്ല, എവിടേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു മോള്. അത് കേട്ടപ്പം ശ്രേയ പറഞ്ഞു, ഇതൊരു ഒഫീഷ്യൽ കാര്യമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, എന്തിനാ ശ്രേയ കള്ളത്തരം പറയണേ? അമ്മയോട് ഞാൻ കള്ളത്തരം പറയാറില്ല. അമ്മ തിരുവനന്തപുരത്തിന് പോകുന്ന കാര്യമോ? ഓ, തിരുവനന്തപുരത്ത് ജയിലിൽ പോകുന്ന കാര്യമാണോ മോള് പറഞ്ഞേ? അതെ മോളുടെ ഇഷ്ടം എന്താ വെച്ചാൽ മോൾ അത് തന്നെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ മോള് പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും തരുണിനോട് ഇപ്പം പറയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ അമ്മേ? അതെ, അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ, പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, പോയിട്ട് വന്നതിന് ശേഷം എന്നൊക്കെ പറഞ്ഞു. ശരി അമ്മയെന്ന് പറഞ്ഞു. കൂടുതലായിട്ടൊന്നും പറയാനും പോയില്ല വേദ. ആ സമയത്ത് സേതുലക്ഷ്മി അമ്മ വേദയെ നോക്കിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രേയ പറഞ്ഞു, എനിക്ക് ഇവരെയാ മനസ്സിലാകത്തെ. തരുണും നീയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം, പക്ഷെ എനിക്ക് ഇതുവരെയായിട്ടും പിടി കിട്ടാത്തൊരു കാര്യമെന്ന് പറഞ്ഞു. അതെ, നിനക്ക് അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ടാ അമ്മ പാവമെന്നൊക്കെ വേദ പറഞ്ഞു. പക്ഷെ സേതുലക്ഷ്മി അമ്മ വേദയോട് ചെയ്ത എന്താന്ന് വേദയ്ക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തും SI സാബും കുറെ പോലീസുകാരും കൂടെ കൂടിയിട്ട് ശ്രീജയും വിശ്വമൊക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും വിക്രമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. മാഷാണെങ്കിലോ വയ്യാത്ത കാലും വെച്ച് പതുക്കെ വോക്കി സ്റ്റിക്കും പിടിച്ചങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവിടേക്ക് വന്നിട്ട് വലിയ അധികാരത്തോട് കൂടിയിട്ട് സാബു ചോദിച്ചു, അല്ല ഇതിനകത്ത് എന്താടാന്ന് ചോദിച്ചു. വിശ്വം പറഞ്ഞു, സാറേ ഈ വണ്ടിക്കകത്ത് കറി പൗഡറുകളൊക്കെ കൊണ്ടുപോകുന്നതാന്ന് പറഞ്ഞു. അത് മാത്രമുള്ളോ അതോ ഇതിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും കടത്തുന്നുണ്ടോ, മയക്കുമരുന്ന് എന്തേലും? സാറേ അങ്ങനൊന്നും പറയരുത്, ഞാനിന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നീ ചെയ്തിട്ടില്ല, നിന്റെ ഒരു അനുജൻ വന്നിട്ടുണ്ടല്ലോ, ഇവൻ ഇതിനകത്ത് മയക്കുമരുന്ന് കടത്തുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നാന്ന് പറഞ്ഞു. വിക്രത്തിനും എല്ലാവർക്കും കാര്യം മനസ്സിലായി, ഇവർ മനഃപൂർവ്വം ഒരു കാര്യങ്ങൾ ഉണ്ടാക്കി വന്നിരിക്കുന്ന. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, സാറേ വെറുതെ അനാവശ്യം പറയരുത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, സാറിനും അറിയാവുന്ന കാര്യമാണ്. പിന്നെ വല്ലവരും പറയുന്ന കേട്ട് ഇങ്ങോട്ടേക്ക് അവരുടെ പിൻബലത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താടോ ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാനുള്ള കാര്യമാണ് സാറേ പറഞ്ഞത്, വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അത് കേട്ടപ്പം സാബു പറഞ്ഞു, എടാ നീ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ, പുറത്ത് വന്നല്ല സുഖമായിട്ട് ജീവിക്കാന്നോ? അത് നിന്റെ വെറും ധാരണ മാത്രമാണെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കുന്നതിനൊക്കെ തോന്നുന്നുണ്ടാടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് ചെന്നു. വിക്രം ചെന്നിട്ട് പറഞ്ഞു, ശ്രീകാന്തേ ഞാനെല്ലാം മറന്നിട്ടൊന്നുമല്ല ഇവിടെ നിൽക്കുന്നേ, ജയിലിലെ വെറുതെ തിന്നും കുടിച്ചിരിക്കുമൊന്നും ആയിരുന്നില്ല ഞാൻ, എൻ്റെ മനസ്സിലെല്ലാ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സാബു പറഞ്ഞു, കയറി വണ്ടി സെർച്ച് ചെയ്യടോ, ഇത് മാത്രമല്ല ഇതേ ആ കറി പൗഡറുകളൊക്കെ ഉണ്ടാക്കുന്ന മില്ലുണ്ടല്ലോ അവിടെയും പോയി സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, ആയിക്കോ സാറേ, പക്ഷെ ഒരു കാര്യമുണ്ട്, സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തൊന്ന് സാധനം കിട്ടണം, കിട്ടിയില്ലെങ്കിൽ സാറിന് എന്നെ ആ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. എന്തിനാടോ എന്ന് ചോദിച്ചു. ഈ നിൽക്കുന്നവനെ ശ്രീകാന്തിനെ കൊന്നതിൻ്റെ പേരിൽ മിക്കവാറും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സാധനം കിട്ടില്ല, ഞാൻ ഇവനെ തീർക്ക് സാറേ, അതിനൊരു മടിയില്ല, ഇത്രയും നാൾ ഞാൻ ശിക്ഷ അനുഭവിച്ചു, ഇനി അനുഭവിക്കാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഒന്നും വേണ്ടെന്ന് വെച്ച് ഞാൻ ഇരുന്നെന്താണെന്നറിയോ, എൻ്റെ ഭാര്യ വേദ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ വന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേങ്കിൽ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. ഒരു നിമിഷം ശ്രീകാന്ത് ഞെട്ടിപ്പോയി. സാബു നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് കണ്ണും കൊണ്ട് കാണിച്ചു, വേണ്ട സെർച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ശ്രീകാന്ത് കാറിൽ കയറി അങ്ങോട്ട് പോയി. വിക്രം പറഞ്ഞു, കണ്ടില്ലേ വിഷം ഒഴിച്ചു തന്ന ആള് പോയി കഴിഞ്ഞു, സാറെന്താ പോവാത്ത, ഇനി ഇവിടെ നിൽക്കുവാണോ? സാറേ കിട്ടിയതൊന്നും മറന്നിട്ടില്ലോ മുമ്പ്, അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ മനസ്സിൽ, ഓർമ്മയില്ലേ? ഇന്ന് സാർ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ സാറിൻ്റെ ഭാര്യയോടൊന്ന് പറഞ്ഞേക്കണം, 2 വെള്ള സാരിയൊക്കെ മേടിച്ചു വെച്ചേക്കാനായിട്ട്, അത് ഉടുക്കാൻ തയ്യാറായിട്ട് നിന്നോളാനായിട്ട്. അല്ല സാറിനത് വിശ്വാസം ഉണ്ടോയെന്ന് അറിയത്തില്ല, വെള്ള സാരിയൊക്കെ ഉടുത്തേ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർ നടക്കുന്നേ, അതും കൂടെ പറഞ്ഞിട്ടോ വരാൻ പാടുള്ളൂ. വിക്രത്തിനോടാ കളിക്കണമെന്നുള്ള ഓർമ്മ വേണം, ഇത്രയും കാലത്തെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒന്നും മറന്ന് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സാബു പറഞ്ഞു, നിന്നെ ഞാൻ കെടുത്തോളാന്നൊക്കെ പറഞ്ഞു. ഒന്ന് പോയ എൻ്റെ സാബു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം നിന്നു. ഒടുവിൽ SI സാബും കൂട്ടി അങ്ങോട്ട് പോയി.
ശ്രീജയും വിശ്വം പേടിച്ചിരിക്കുന്നുണ്ട്. അപ്പം വിക്രം ചോദിച്ചു പേടിച്ചു പോയോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി അയാൾ ഒന്നും സെർച്ച് ചെയ്യാനൊന്നും പോകുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴേക്കും മാഷ് പറഞ്ഞു ഇതും കൊണ്ടൊന്നും തീരുമെന്ന് തോന്നില്ല വിക്രം, അവരിനിയും വരുമെന്ന് പറഞ്ഞു. വരട്ടെ അച്ഛാ, എന്ത് വേണമെന്ന് എനിക്കറിയാം. ഞാൻ കാരണം വിശ്വേട്ടനും ശ്രീജടത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ശ്രീജടത്തി മില്ലിലേക്ക് പൊയ്ക്കോ, ഒരിടത്തും ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് വിക്രം അകത്തേക്ക് കയറി പോവാണ്. വിക്രം ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം. അപ്പോൾ എല്ലാവർക്കും അറിയാം പഴയതുപോലെ ഒന്നുമല്ല, ഇപ്പോൾ ടി വിക്കകത്ത് കാണിക്കുന്നില്ല. അതുമാത്രമല്ല ഒരു ദിവസം 5 ഭാഗമാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ഭാഗമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനിയുണ്ട് 3 ഭാഗം കൂടെ. അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ വൈകുന്നേരം വന്ന് ചാനലിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇട്ടേക്കാവേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.